ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സജ്ജന ഫിറോസ് ഇന്നലെ രാത്രി ഇട്ട പോസ്റ്റ് ഇന്ന് രാവിലെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റിനെ പറ്റി ഇന്നലെ എല്ലാവരും തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നൊരു കമന്റ് വന്നിട്ടുണ്ട്, എനിക്ക് പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്താണോ, അല്ലാതെ അത് എങ്ങനെ വരാം, നിങ്ങളൊക്കെ ഇത്രയും നിഷ്കളങ്കരാകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. സജ്ജനയും ഫിറോസും രണ്ടുപേരും അത്യാവശ്യം തരികടയുടെ ഉസ്താദുമാരാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വലിയ സംശയമൊന്നും വേണ്ട. പുള്ളിക്കാരത്തി എപ്പോഴും ഇപ്പോൾ 2 മാസം മുന്നേ ഏപ്രിൽ മാസത്തിലെങ്ങാണ്ടാണ് വന്ന് ഒരു ലൈവ് ഇട്ട് അതിലും പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞ അന്ന് അത് കുറെ പേര് റിയാക്ഷൻ ഇട്ട പുള്ളിക്കാരത്തി അപ്പം തന്നെ അത് റിമൂവ് ചെയ്യും. പിന്നെ ഫിറോസിനെ പറ്റി വന്ന് വീഡിയോ ഇടും, യൂട്യൂബ് ചാനലിൽ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടും, അടുപ്പിച്ചടുപ്പിച്ച് റിമൂവ് ചെയ്യും. എന്താ കാര്യം? കാരണം പറയുന്നത് എന്റെ മക്കള് കാണണ്ട, അല്ലെ എന്റെ മക്കൾ അറിയണ്ട, അവർക്കത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ദോഷം ചെയ്യും. ശരിക്കും ചോദിക്കണം, സജന ചെയ്തു കൂട്ടുന്ന എല്ലാം മക്കൾക്ക് ദോഷം ചെയ്യില്ലേ? മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാനും മക്കൾക്ക് വെളിയിലിറങ്ങി നടക്കാവുന്ന ഒരു അവസ്ഥയാണോ സജന ചെയ്യുന്നത്? ഇത് കാണുമ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയതാണ്. സജനയുടെ പ്രവൃത്തികള്, ഈ മുതിർന്ന് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ആദ്യത്തെ ഭർത്താവിലുള്ള ഒരു കൊച്ച്, ഫിറോസിലുള്ള ഒരു കൊച്ച്, ഇപ്പതേ പൂക്കുറ്റിയിൽ റസൂൽ പൂക്കുറ്റിയിലുള്ള ഒരു കൊച്ച്, 3 പേരുടെ കുട്ടികളാണ്. ഈ 3 പേരുടെ കുട്ടികളാണെങ്കിൽ ഇതുങ്ങൾക്ക് ജീവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഒരമ്മ എന്ന സ്ഥാനത്ത് സജന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയും കുറ്റങ്ങളും ഒത്തിരിയും കാര്യങ്ങളും വളരെ പീഡനക്കാരനായിട്ടും എല്ലാം ഫിറോസിനെ ഇരുന്ന് പറഞ്ഞ് സഹിച്ച് ഞാൻ മടുത്തു, ഞാൻ സഹിച്ച് മിണ്ടാതെ ഇത്രയും കാലമായിരുന്ന മക്കളുടെ കാര്യം ഓർത്താണെന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ റസൂൽ പൂക്കുട്ടിയുടെ കാര്യം ആദ്യം ലൈവ് ഇടുന്നതിന്റെ അകത്ത് സജനയുടെ വായിന്ന് ആദ്യം വീണത് എന്താണെന്നറിയാമോ? റസൂൽ പൂക്കുട്ടിയായിട്ട് 4 വർഷമായിട്ട് പ്രണയത്തിലാണെന്നാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഫിറോസ് ഖാന്റെ ഭാര്യയായിട്ട് ഇരിക്കുമ്പം റസൂൽ പൂക്കുട്ടിയായിട്ട് പ്രണയത്തിലാണ്. അതെന്ത് മോശം കാര്യമാണ് ആ ചെയ്യുന്നത്. അപ്പൊ അത്രയും തെറ്റ് ചെയ്ത ഒരു പെണ്ണായ സ്ത്രീയായ സജ്ജന വന്നിരുന്ന് ഫിറോസിനെ വാരിക്കൂരിയിരുന്ന് കുറ്റം പറയാറുണ്ട്. രണ്ടുപേരും കണക്കാകട്ടെ, അവർ രണ്ടുപേരും കണക്കാന്നുള്ളതാണ്. അവര് പിള്ളേരെ കുറിച്ചോ സമൂഹത്തിനെ കുറിച്ചോ ഒന്നും നോക്കാറില്ല. സജ്ജനയൊക്കെ ചില ആൾക്കാരൊക്കെ അവരുടെ മക്കളുടെ കല്യാണത്തിനൊക്കെ വിശിഷ്ട അതിഥിയൊക്കെ ആയിട്ട് വിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സജ്ജനയുടെയൊക്കെ ആ ക്യാരക്ടർ ഒന്ന് എടുത്ത് നോക്കിയാൽ യാതൊരു വാല്യൂവും കൊടുക്കാൻ പറ്റത്തില്ല ഈ ഒരു സംഭവത്തോടെ നമ്മൾ നോക്കുമ്പോൾ. അങ്ങനെ ആദ്യമത്തെ കഥ പറയുവാണെങ്കിൽ ഫിറോസിന്റെ ആദ്യ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി പോയിട്ട് ആ പോയ ഗ്യാപ്പില് ഇടിച്ചു കയറിയ ആളാണ് സജന എന്നാ പറയുന്നത്. ആ പെൺകുട്ടി പ്രസവം കഴിഞ്ഞ് വരുമ്പം സജന പ്രഗ്നന്റ് ആയിട്ട് അവിടെയുണ്ട്. ആ കൊച്ചൊന്നും പറയാതെ, ഒരു പരാതി ഒന്നും പറയാതെ ഒഴിഞ്ഞു കൊടുക്കയത്. ഇപ്പൊ സജനയ്ക്ക് ആ ഒരു അനുഭവം വെച്ച് ഇവിടെ റസൂൽ പൂക്കുട്ടിയുടെ ഭാര്യയ്ക്ക് സുഖമില്ലാത്ത ഒരു വ്യക്തിയും കൂടെ, എന്തോ ഒരു അസുഖം കൂടെ ഉണ്ട്, പക്ഷെ മുതിർന്ന മക്കളുണ്ട്. ആ ഒരു വൈഫിനെ ഉപേക്ഷിച്ചിട്ട് സജനെ കല്യാണം കഴിച്ചോ എന്നുള്ളതാണ് സജനയുടെ ആവശ്യം. ബോംബെയിൽ അവരുടെ വീട്ടിൽ പോയി ഗർഭസത്യാഗ്രഹം പോലെ സ്കാനിങ് റിപ്പോർട്ടും ഒക്കെ ആയിട്ട് പോയി ബഹളം വെച്ചു. എന്നിട്ട് റസൂൽ പൂക്കുട്ടിയുടെ വൈഫിന് അസുഖം കൂടി, ഇപ്പൊ അവര് വെന്റിലേറ്ററിലാണെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന വാർത്ത ഇതെങ്ങനെ പുറത്ത്, ഇതിന് റെക്കോർഡായിട്ടൊന്നും നിങ്ങളെ തെളിവ് സ്കാനിങ് റിപ്പോർട്ടോ അല്ലെ സജന ബോംബെ പോയി ബഹളം വെച്ചതിന്റെ ഇതൊന്നുമില്ല. ഇത് ഇവരുമായിട്ട് അടുത്തറിയാവുന്ന, ഇവരുമായിട്ട് കണക്ഷനുള്ള യൂട്യൂബേഴ്സ് ഉണ്ട്. അവര് വാമൊഴിയായിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ രേഖകളൊന്നും നിങ്ങളുടെ മുന്നിൽ കാണിക്കാനുള്ളതില്ല. പക്ഷെ ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത്. എന്നാ റസൂൽ പൂക്കുട്ടിയെ സംബന്ധിച്ച് വൈഫിന് എന്തെങ്കിലും ഒരു അസുഖം അല്ലെ അയാൾക്ക് സ്ത്രീ വിഷയം ഉണ്ടായിരിക്കാം. അതിൽ ഒരാള് മാത്രമാണ് സജന. സജനെ അയാള് കല്യാണം കഴിക്കാനുള്ള യാതൊരു ഇതുമില്ല. സജന എന്താണ് ചിന്തിച്ചിരിക്കുന്നത് വെച്ചാൽ ഗർഭം മുന്നിൽ വെച്ച് കളിക്കാം, ഗർഭം വെച്ച് പബ്ലിക്കാക്കി ഇയാളുടെ നിന്ന് ഗർഭം ധരിച്ച പബ്ലിക്കിന്റെ സപ്പോർട്ട് കിട്ടിയിട്ട് അങ്ങനെ അയാളുടെ ഭാര്യാ പദവിയിൽ എത്തിച്ചേരാമെന്നായിരിക്കാം പുള്ളിക്കാരത്തിയുടെ കണക്ക് കൂട്ടൽ. അല്ല, അങ്ങനെ പിടിച്ചു വാങ്ങി ബലമായിട്ട് പിടിച്ചു വാങ്ങി ഒരു ഭാര്യാ പദവി കിട്ടിയ സ്നേഹം കിട്ടും. അല്ലെ, എന്തിനാണ് അങ്ങനെ ഒരു ഭാര്യാ പദവി? അപ്പം സജനയുടെ ബാക്കിയുള്ള മക്കളെല്ലാം റസൂൽ പൂക്കുട്ടി നോക്കിക്കോളും. ഓടി കാറ് വരെ മേടിച്ച് ഓൾറെഡി അയാൾ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ വേറെ എന്തെല്ലാം കൊടുത്ത് എന്തോരം സംരക്ഷിക്കുന്നുണ്ടായിരിക്കും ഈ 4 വർഷമായിട്ട്. അവസാനം എങ്ങനെയൊക്കെയോ ചുറ്റിക്കറങ്ങി ഒരു ഗർഭം ഉണ്ടാക്കി എടുത്ത് ആ ഗർഭം വെച്ച് അയാളെ വരച്ച വരെ നിർത്താന്നാണ്. പക്ഷെ ഈ വരച്ച വരെ നിർത്താൻ വേണ്ടി, റസൂൽ പൂക്കുട്ടിയെ വരച്ച വരെ നിർത്താൻ വേണ്ടി സജ്ജന ഈ ഒരുങ്ങിക്കെട്ടി അവിടെ പോയി ഗർഭസത്യാഗ്രഹം കഴിഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു വിട്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവിടെ പോയിട്ട് അത് അവിടുന്ന് അവര് നിന്ന നിപ്പില് ഓടിച്ചു വിട്ടത് കൊണ്ടാണ് ആ ഏപ്രിൽ മാസത്തിൽ വന്നൊരു ലൈവ് ഇട്ടിട്ട് ഇതേപ്പറ്റി പറഞ്ഞത്, പബ്ലിക്കാക്കി. അതായത് പ്രതികാരം ചെയ്യുക, അവരോട്
അതിനോട് അപ്പം തന്നെ പ്രതികാരം ചെയ്ത് അവരുടെ ആ ഇമേജ് റിസൂൽ പൂക്കുട്ടിയെ ജനം കൊടുത്തിരിക്കുന്ന ഒരു ഇമേജ് തകർക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരത്തി തീരുമാനിച്ച് അപ്പം തന്നെ ലൈവ് ഇട്ടു. ഇപ്പൊ ഇന്നലെ ഇട്ട പോസ്റ്റ് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട്. അന്ന് ആ ലൈവ് ഇട്ട അധികം പേരൊന്നും കണ്ടില്ല. അന്ന് ആ ലൈവില് പക്ഷെ പറഞ്ഞ 4 വർഷമായിട്ട് പ്രണയത്തിലാണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ലൈവ് മുക്കി, ഇന്നലെ ഇട്ട പോസ്റ്റും മുക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് പുള്ളിക്കതിനെ വെടക്കാക്കി തനിക്കാക്കാന്നോ അങ്ങനത്തെ ഒരു തത്വമാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അയാളുടെ പേര് മോശക്കാരനാക്കി സജ്ജനയായിട്ടുള്ള ബന്ധം പബ്ലിക് ആക്കിയിട്ട് ഈ ഗർഭത്തിനുള്ള ഉത്തരവാദിത്തം ഇട്ടിട്ട്, അല്ല പിന്നെ കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് DNA ടെസ്റ്റുമായിട്ട് നടക്കേണ്ടി വരും. ഏതായാലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട, സജന പ്രഗ്നന്റ് ആണ്. സജനയുടെ പ്രഗ്നന്റ് ആയതിന്റെ ഉത്തരവാദി റസൂൽ പൂക്കുട്ടി തന്നെയാണ്. ആ കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷെ ഇത് റസൂൽ പൂക്കുട്ടി ഏറ്റെടുക്കുക എന്നുള്ളതില്ല. ഈ കാര്യങ്ങളെല്ലാം ഈ വിളിച്ചു പറഞ്ഞ ഇവർക്ക് നാണമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഇവർ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഇത്രമേൽ പബ്ലിക് ആയി കഴിയുമ്പോൾ അങ്ങേർക്കൊരു ഇമേജിന് കോട്ടം തട്ടുമല്ലോ. അപ്പൊ അങ്ങേര് കോംപ്രമൈസിന് തയ്യാറാകും എന്നുള്ള രീതിക്കായിരിക്കും ഈ പബ്ലിക് ആക്കും എന്നും പറഞ്ഞ് ആദ്യം ഒരു ചെറിയ ലൈവ് ഇട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കി. കുറച്ച് പേരറിഞ്ഞു, എല്ലാവർക്കും ഒന്നും അറിയില്ല. അടുത്ത് നിൽക്കുന്ന കുറെ യൂട്യൂബേഴ്സിനൊക്കെ അറിയാം. എനിക്കിവിടെ ചോദിക്കാൻ തോന്നുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സജന ഇട്ട 2-3 വീഡിയോ എടുത്ത് റിയാക്ട് ഒക്കെ ചെയ്താണ് ഞാനും ഒക്കെ. അപ്പൊ സജനെ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് നമ്മളൊക്കെ സംസാരിച്ചിരിക്കുന്നത്. കാരണം ഫിറോസിന്റെ ഉപദ്രവം അത്രയും ഉണ്ടായിരുന്നു, അത്രയും സ്ത്രീ വിഷയം ഫിറോസിനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം വർഷങ്ങളായിട്ട് കിടന്ന് ഉപദ്രവേറ്റ് സഹികെട്ട് ഇതായി. ഇപ്പൊ ഇന്നലെ തന്നെ ഈ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റ് സജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റ് ആണ് അധികം വന്നത്. കാരണം ആ വട്ടന്റെ കൂടെയുള്ള ജീവിതം നീ കളഞ്ഞിട്ട് നീ പോയി ജീവിക്കുന്നു, നന്നായിട്ട് ജീവിക്കുക എന്നൊക്കെയാണ് ആൾക്കാർ. കാരണം അത്രയും ഉപദ്രവം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ സജനയുടെ ക്യാരക്ടർ ഇവിടെ നോക്കുമ്പോൾ ഈ ഫിറോസിന്റെ കുറ്റം പറയാൻ അത്രമേൽ യോഗ്യത സജനയ്ക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഫിറോസിന്റെ കൂടെ നിൽക്കുമ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവിഹിത ബന്ധം ഉണ്ടാക്കിയത്. അപ്പൊ എന്ത് ഒരു വിശ്വാസ്യതയാണ് ഇവര് തമ്മിൽ പരസ്പരം ഉള്ളത്? അങ്ങനെയുള്ള ഒന്നുമില്ല. രണ്ടാമത് പറഞ്ഞു വരുമ്പോ ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു കുടുംബം തകർക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു ഭർത്താവിനെ കയറി പ്രണയിക്കുന്നു, മുതിർന്ന മക്കൾ വരെയുള്ളിടത്ത് കയറി പ്രണയിക്കുന്നു. അതിനുശേഷം അയാളുടെ കുടുംബം തകർക്കാൻ വേണ്ടി അവിടെ ഇടിച്ചു കയറുന്നു. ആ വൈഫിന് ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് അസുഖം കൂടുന്നു. അസുഖം അല്ലാതെയുള്ള ഒരു സ്ത്രീ, എന്തോ ഒരു കാര്യമായ അസുഖമുള്ള ആളാണെന്നാ പറയുന്നത്. അവരുടെ അസുഖം മൂർച്ഛിക്കുന്നു. അവരൊക്കെ മരിച്ചുപോയ ആ ശാപത്തിൽ നിന്ന്, ഇപ്പൊ തന്നെ അവർക്ക് കുട്ടിക്കലാന്ന് പറയുന്നു, ആ ശാപത്തിൽ നിന്ന് വാങ്ങിയെടുത്ത ഒരു ലൈഫ്. എന്തിനാണ് അങ്ങനെ ഒരു ലൈഫ്? ഇപ്പൊ 2 കെട്ടിയിട്ടുണ്ട്, ഏകദേശം 2 കെട്ടിയില്ല. ആദ്യത്തെ ഒരു ഗൾഫുകാരനാന്ന് പറയുന്നു, അയാളെ ഉപേക്ഷിച്ചു, അതിലൊരു കൊച്ചുണ്ട്. അടുത്ത ആളെ ഫിറോസിനെ കെട്ടി, ഫിറോസിന്റെ സ്വഭാവം കൊണ്ട് അയാളെ ഉപേക്ഷിച്ച് അത്യാവശ്യം വർക്ക് ചെയ്ത് സീരിയല്, സിനിമ അങ്ങനെയൊക്കെ വർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ വർക്ക് കിട്ടി തന്നെ ജീവിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. മക്കളും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ അങ്ങനെ അങ്ങ് ജീവിക്കുന്നതല്ലാതെ വേറൊരാളുടെ ലൈഫ് പോയി ജീവിതത്തിനുള്ളിലേക്ക് ഇടിച്ചു കയറി അയാളുടെ ലൈഫ് കളഞ്ഞ് ശാപം മേടിച്ചെടുത്ത് ഇനി അയാളെ ബലമായിട്ട് നാട്ടിൽ മുഴുവൻ അറിയിച്ച് നാണം കെടുത്തി അയാളെ ഭർത്താവായിട്ട് കിട്ടിയാൽ തന്നെ എന്താണ് സ്നേഹം കിട്ടുമോ? അവിടെ സ്നേഹം ഉണ്ടാവുമോ? കാരണം അയാളുടെ മക്കള് വലിയ പിള്ളേരാന്ന് പറയുന്നത്, വിവാഹപ്രായമോ ഒക്കെ എത്തിയ പിള്ളേരാണെന്ന് പറയും. അവർക്കുണ്ടാകുന്ന ഒരു അപമാനം, അവരുടെ ലൈഫ് ഇവിടെ 2ാം കെട്ടിയോളായിട്ട് വീണ്ടും ഒക്കെ കിട്ടുമ്പോൾ അവരുടെ ലൈഫിനെയൊക്കെ അത് ബാധിക്കും. അയാൾ അത് ചെയ്യും. അയാൾക്ക് ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കി എടുത്തുകൊണ്ട് വന്ന ഒരു ഇമേജ് എല്ലാം തകർക്കാനാണ്. പിന്നെ അയാൾ കുറ്റക്കാരനാണ്, ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കുറ്റം ഇതിനൊക്കെ അർഹനാണ്, അല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ സജനയുടെ ക്യാരക്ടർ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു ശാപം മേടിച്ചുകൊണ്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയല്ലേ ഈ ഫൈറ്റ് ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ പോസ്റ്റ് ഒക്കെ ഇടുന്ന ഫൈറ്റാണ്, ശരിക്കും ഒരു ഭീഷണിയും അയാൾക്കുള്ള ഒരു മരുന്നാണ് ഈ കൊടുത്തോണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ വാങ്ങിച്ചെടുത്തിട്ട് എന്താണ് കാര്യം? അതേപോലെ ഫിറോസിനെ വന്നിരുന്നു കുറ്റം പറയാൻ എന്താണ് കാര്യം? അതേപോലെ മക്കളറിയുന്ന നാണക്കേടാന്നും പറഞ്ഞ് വലിയ കുലശ്രീ ചമഞ്ഞ് പറയാൻ എന്താണ് യോഗ്യതയുള്ള? ഒരു യോഗ്യതയില്ല. അതാണ് സജന സ്വയം മനസ്സിലാക്കിയ സോഷ്യൽ മീഡിയയിൽ നിന്ന് സജനയ്ക്ക് ഒരു റെസ്പെക്ട് പേഴ്സൺ ആയിട്ട് അങ്ങനെയൊന്നും ചിന്തിക്കാൻ മാത്രമുള്ള യാതൊരു യോഗ്യതയും സജനയ്ക്ക് സത്യത്തിൽ ഇല്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ.